തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി കാണാതായ യുവതിയെ കണ്ടെത്തി. കിളിമാനൂർ സ്വദേശി പാർവതിയെ കണ്ടെത്തിയത് തമ്പാനൂർ റെയിൽവേ പോലീസാണ്. യുവതിയെ കാണാതായ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. 24 ഇംപാക്ട് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും ചെയ്തു. ഷഫീദ്, ഇന്നലെയാണ് യുവതിയെ കാണാതായത്. ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ലെന്ന് കാണിച്ചൊരു കുറിപ്പൊക്കെ എഴുതിവിട്ടാണ് യുവതി വീട് വിട്ടിറങ്ങിയതെന്ന് മനസ്സിലാക്കുന്നു. എവിടെ നിന്നാണ് യുവതിയെ കണ്ടെത്തിയത്? അതിനോടൊപ്പം യുവതി ഒരു തട്ടിപ്പിനിരയായി എന്നുകൂടി വാർത്ത വരുന്നുണ്ടല്ലോ. ആ തട്ടിപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി, അത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? വിവരങ്ങൾ. സുഹേല, ഇന്ന് വൈകിട്ട് 8:30 നമ്മളുടെ പ്രൈം ടൈം ബ്രേക്കിംഗ് ഷോയിലാണ് ഈ പെൺകുട്ടിയെ കാണാനായി, യുവതിയെ കാണാതായി എന്നുള്ള വാർത്ത നമ്മൾ പുറത്ത് വിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കിളിമാനൂർ സ്വദേശിയായ 29 വയസ്സുകാരി പാർവതി ഒരു കുറിപ്പൊക്കെ എഴുതി മൊബൈൽ ഫോണിൽ ചില തെളിവുകളൊക്കെ അവശേഷിച്ച ശേഷമായിരുന്നു വീട് വിട്ടിറങ്ങിയത്. സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് എന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി. ശേഷം ഇന്നലെ വൈകിട്ട് തിരികെ എത്താത്തതോടെ ബന്ധുക്കൾക്ക് സംശയം തോന്നുകയും ബന്ധുക്കൾ ഇവരുടെ മുറി പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് മുറിയിൽ നിന്നും കുറിപ്പും മൊബൈൽ ഫോണും കണ്ടെത്തിയത്. കുറിപ്പിൽ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും എല്ലാത്തിന്റെയും കാരണം ടെലിഗ്രാമിൽ ഉണ്ടെന്നും ഈ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും എല്ലാത്തിനും ഉത്തരവാദി താൻ മാത്രമാണ് എന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല പിന്നാലെ ഈ ബന്ധുക്കൾ ഫോൺ പരിശോധിച്ചപ്പോൾ ടെലഗ്രാമിൽ 4 ലക്ഷം രൂപ വീതം വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ചതിന്റെ രേഖകൾ കണ്ടെത്തി. ഇതിനെ തുടർന്ന് ബന്ധുക്കൾ കിളിമാനൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ ഇന്നലെ പാർവതി കിളിമാനൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി 4,80,000 രൂപ വാങ്ങിയെന്നും ഇതിൽ 2,92,000 രൂപ ആദിക് നലാഗി എന്നയാളുടെ ഉത്തരേന്ത്യൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നു. സമാനമായ ഉത്തരേന്ത്യൻ അക്കൗണ്ടിലേക്ക് പല തവണയായി 1,80,000 രൂപ ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖകളും പോലീസ് കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. തുടർന്ന് തിരുവനന്തപുരം റൂറൽ പോലീസ് ഈ വിഷയത്തിൽ ഒരു വ്യാപക പരിശോധന യുവതിക്കായി നടത്തി വരികയായിരുന്നു. അതിനിടെയാണ് നമ്മളുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അല്പസമയം മുൻപ് ഏതാണ്ട് 10:05 യുവതിയെ കണ്ടെത്തുന്നത്. ഇവർ ചില കാര്യങ്ങൾ പോലീസ് ഇനിയും പറയാൻ ബാക്കിയുണ്ട്. നിലവിൽ ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ഈ യുവതിയുണ്ട്. ഇവരുടെ ബന്ധുക്കളെയും കിളിമാനൂർ പോലീസിനെയും തമ്പാനൂർ റെയിൽവേ പോലീസിലേക്ക് ഇപ്പോൾ റെയിൽവേ പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തുടർന്ന് ഈ വിഷയത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. സുഹൈൽ, ശരി, ഓൺലൈൻ തട്ടിപ്പുകാരുടെ കത്രികപ്പൂട്ടിൽ കുടുങ്ങുന്ന മനുഷ്യരുടെ എണ്ണം കൂടുന്നു. 4 ലക്ഷം രൂപയാണ് ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ അക്കൗണ്ടിലേക്ക് യുവതി അയച്ചിരിക്കുന്നത്. ഇതിൽ മനംനൊന്ത് മറ്റു വഴികളിൽ നിന്ന് കാട്ടി വീട് വിട്ടിറങ്ങിയ യുവതിയെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് പോലീസിനെ കണ്ടെത്താനായത്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകും. തട്ടിച്ചതാര്, തട്ടിപ്പെങ്ങനെ അടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. ഷഫീദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.